നമസ്കാരം. ചേറ്റുവയിൽ നിന്ന് വെറും 2.9 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു വില്ല ഫോർ സെയിലാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അഞ്ചങ്ങാടി സെൻട്രലാണ്. ഫ്രണ്ട് ടാർ റോട്ടിൽ നിന്ന് 15 അടി വീതിയുള്ളൊരു പ്രൈവറ്റ് റോഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിൽ അലങ്കരിക്കാവുന്നതാണ്. ഈ ഒരു എൽ ഷേപ്ഡ് ആയിട്ടുള്ള റോഡ് നമുക്ക് സ്ട്രെയിറ്റ് റോഡാക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. നല്ല ഷാർപ്പ് ലുക്കൊക്കെ കൊടുത്തിട്ട് നല്ല ന്യൂ മോഡലായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ഇരിക്കാനുള്ള പാകത്തിന് ലാൻഡൊക്കെ റേസ് ചെയ്തിട്ടുണ്ട്. നല്ല ബൗണ്ടറി വാളിൻ്റെ ഫൗണ്ടേഷൻ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ന്യൂ ലോഞ്ച് ഡിസ്കൗണ്ട് പ്രൈസ് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള കളറുള്ള ടൈൽസും പെയിൻസും എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ സൈഡിലായിട്ട് ഒരു 5 സെൻറ്റ് ഭൂമി വേർതിരിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 4 അടി വഴിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മൊത്തമായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. വഴി ഉൾപ്പെടെ 10 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2200 സ്ക്വയർ ഫീറ്റോട് കൂടിയ 4 ബെഡ്റൂമുള്ള വിശാലമായ വീട്. വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുമ്പാരത്ത് നല്ല വിശാലമായ മുറ്റമുണ്ട്. നല്ല തേക്കിൻ്റെ വലുപ്പമേറിയ ജനലുകൾ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പണി തീരാൻ ഇനി വെറും 1-2 മാസം താമസം മാത്രമേ ഉള്ളൂ. വീടിൻ്റെ 3D ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ 4 ചുറ്റുഭാഗത്തും അത്യാവശ്യത്തിനധികം സ്ഥലമുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ പിൻവശം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മുകളിൽ നല്ല സീലിംഗ് വർക്ക് കൊടുത്ത് നല്ല അലങ്കരിച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. നല്ല വലിയൊരു സിറ്റ് ഔട്ടാണ്. നല്ല വീതിയുള്ളൊരു തേക്കിൻ്റെ കട്ടില കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം, നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് റൂം നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടൊരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണത്. മുകളിലൊരു സ്റ്റോറേജ് സ്പേസും ഒരു വാർഡ്രോബ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിലുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. മുകളിലൊരു സ്റ്റോറേജ് സ്പേസും നിറയെ വാർഡ്രോബ് സ്പേസും നൽകിയിട്ടുണ്ട്. ചെറിയൊരു തിരക്കേടില്ലാത്ത ബെഡ്റൂമാണ്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ കിച്ചണാണ്. വലിയൊരു കിച്ചണാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യത്തിനധികം പെരുമാറുള്ള സ്ഥലം, പിന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതാണ് വീടിൻ്റെ പിൻവശം. വലിയൊരു കിച്ചൺ തന്നെയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പ്രവേശിക്കാം. വലിയ പറവോളുകൾ നൽകി അലങ്കരിച്ചിട്ടുണ്ട്. കയറി വരുന്നത് മുകളിലുള്ള ഒരു ലിവിങ് സ്പേസിലോട്ടാണ്. ഇവിടുന്ന് തന്നെയാണ് 2 റൂമിലോട്ടുള്ള പ്രവേശനം കൊടുത്തിട്ടുള്ളത്. നല്ല വലുപ്പമേറിയൊരു മാസ്റ്റർ ബെഡ്റൂം നൽകിയിട്ടുണ്ട്. നല്ല വിശാലമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. മുകളിൽ അത്യാവശ്യത്തിനധികം സ്റ്റോറേജ് സ്പേസും കബോർഡ്സ് എല്ലാം പണിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അലങ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കിഡ്സ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. മുകളിൽ നല്ല ചെരിഞ്ഞ വാർപ്പും നല്ലൊരു വാർഡ്രോബ് സ്പേസും ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാൽക്കണിലോട്ട് കിടക്കാം. നല്ല ടീ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡേൺ ബാൽക്കണിയാണ്. ഇവിടെ തന്നെയാണ് സെക്കൻഡ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ബാൽക്കണി തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ വിശേഷതകൾ. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഈ വീടിൻ്റെ മുഴുവൻ പണി തീർത്തതിന് ശേഷമുള്ള വില വെറും 59 ലക്ഷം രൂപ മാത്രമാണ്. ഈ ഒരു സ്റ്റേജിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗവും കുടിവെള്ളത്തിനൊക്കെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം. വെള്ളത്തിന് ശല്യമില്ല, വെള്ളം നിൽക്കില്ല. വേനൽക്കാലത്ത് വെള്ളത്തിന് ഉപ്പിൻ്റെ ചോയൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്നുമില്ലല്ലോ. ഈ ഏരിയയിൽ അങ്ങനത്തെ ഒരു ഇതുമില്ല. ലൈറ്റിനും ഇല്ല, റോഡിനും ഇല്ല, ഒരു തടസ്സമില്ല. ചില ഭാഗത്ത് അഞ്ചങ്ങാടിയിൽ ചില ഭാഗത്തൊക്കെ വെള്ളത്തിന് ചെറിയ പ്രശ്നമുണ്ട് പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ ഈ ചരലൊക്കെ ഇട്ടിട്ട് മണലെടുത്ത് നമ്മളങ്ങനൊന്നുമില്ല. ഇവിടെ ഏരിയയിൽ അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ ഈ ഏരിയയിൽ 12 വാർഡിൽ അങ്ങനത്തെ യാതൊരു കച്ചറയില്ല. പരിപാടി ഉണ്ടാവും. അതറിഞ്ഞാൽ മതി. ശരി, സ്ഥലം
അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഈ വിലയേറിയ അഭിപ്രായം നമ്മളുമായി പങ്കുവെച്ച ഈ ഉമ്മാക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ അയൽക്കാരുടെ സ്നേഹവും സൗഹൃദവും നമ്മൾ ആ സംഭാഷണത്തിൽ മനസ്സിലാക്കി. ഇതാണ് ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ചേറ്റുവിലോട്ടുള്ള ദൂരം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം വെറും 6 മിനിറ്റ്, അതായത് 3.4 കിലോമീറ്റർ മാത്രമാണ് ചേറ്റുവ ലേക്കിലോട്ടുള്ളത്. അതായത് നാഷണൽ ഹൈവേ 66ലേക്ക് വെറും 2.8 കിലോമീറ്റേഴ്സ്, ദാറ്റ് ഈസ് 4 മിനിറ്റ്സ് ഓഫ് സ്ട്രെയിറ്റ് റോഡ്. ഇനി ഗുരുവായൂരിലോട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ 18 മിനിറ്റ്, അതായത് 9.6 കിലോമീറ്റർ. ഷോർട്ട് കട്ട് വഴിയാണെങ്കിൽ 8.7 കിലോമീറ്ററും. ചാവക്കാടുക്കുള്ള ദൂരം 10 മിനിറ്റ് അഥവാ 5 കിലോമീറ്റർ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വെറും 2 മണിക്കൂർ, അതായത് 76 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ്. കോഴിക്കോടുക്ക് നാഷണൽ ഹൈവേ 66 വഴി 3 മണിക്കൂർ. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലുള്ള പുതിയ വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോസ് മുടങ്ങാതെ കാണുവാനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.